നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ഭക്തി നിർഭരമായ ശബരിമല തീർത്ഥാടനത്തിന്റെ പവിത്രതയിൽ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ ദ്രൗപദി മുർമുവിന് കരുതലോടെ കൈത്താങ്ങായി ഒപ്പം നടന്ന ആ യുവ സൈനികൻ ആരായിരുന്നു? മല കയറിയും 18-ാം പടി ചവിട്ടിയും സന്നിധാനത്ത് ദർശനം നടത്തിയ രാഷ്ട്രപതിയെ ഒരമ്മയെ എന്ന പോലെ കൈപിടിച്ച് നടത്തിയ ദൃശ്യം കണ്ടവരുടെ എല്ലാം മനസ്സിൽ ഉയർന്ന ചോദ്യമാണിത്. രാജ്യത്തിന്റെ പരമോന്നത പദവിയിലുള്ള വ്യക്തിക്ക് സ്വന്തം നാടിന്റെ ആചാര പെരുമയോടെ വഴികാട്ടിയായത് മറ്റാരുമല്ല, തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയും രാഷ്ട്രപതിയുടെ ADCയും കൂടിയായ സ്ക്വാഡ്രൺ ലീഡർ സൗരഭ് എസ് നായർ ആയിരുന്നു. പ്രോട്ടോകോളുകളുടെ കർശന ചിട്ടകൾക്കപ്പുറം സ്നേഹത്തിന്റെ നിറവിൽ സൗരഭ് നടത്തിയ ആ പരിചരണം കേരളക്കരയുടെ മുഴുവൻ ശ്രദ്ധ നേടിയിരുന്നു. ശബരിമലയിലെ പവിത്രമായ 18-ാം പടിയിലേക്ക് രാഷ്ട്രപതിയുടെ കയ്യും പിടിച്ചു കയറിയ സൗരഭിന്റെ ചിത്രം മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. ഇരുമുടി കെട്ടുമായി ആദ്യമായി അയ്യനെ കാണാനെത്തിയ രാഷ്ട്രപതിക്ക് ഒരു മകന്റെ വാത്സല്യത്തോടെ ഓരോ ചുവടിലും താങ്ങായി സൗരഭ് മുന്നോട്ട് നടന്നു. പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച ശേഷം സന്നിധാനത്തേക്കുള്ള യാത്രയിലുടനീളം ഓരോ സ്ഥലത്തെക്കുറിച്ചും ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിക്ക് വിശദീകരിച്ചു നൽകിയത് അദ്ദേഹം തന്നെയായിരുന്നു. തീർത്ഥം സ്വീകരിക്കേണ്ട രീതി പോലും സൗരഭ് രാഷ്ട്രപതിക്ക് പറഞ്ഞുകൊടുത്തു. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം തീരുമാനിച്ച നിമിഷം മുതൽ കേരളത്തിലേക്കുള്ള ഈ യാത്രയിൽ അദ്ദേഹത്തിന് വഴികാട്ടിയാകാനുള്ള നിയോഗം ലഭിച്ചതും സൗരഭിനായിരുന്നു. ഇനി ആരാണ് രാഷ്ട്രപതിയുടെ ADC? തിരുവനന്തപുരം മലയൻകീഴ് ഈരാറ്റുകോണം വീട്ടിൽ സുനിൽകുമാറിന്റെയും ബിന്ദുവിന്റെയും മൂത്ത മകനാണ് സൗരഭ്. +2 ശേഷം നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്ന് പരിശീലനം പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നീട് ഇന്ത്യൻ എയർഫോഴ്സിലെ സ്ക്വാഡ്രൺ ലീഡർ എന്ന പദവിയിൽ എത്തിച്ചേരുകയായിരുന്നു. 1.5 വർഷം മുമ്പാണ് സൗരഭ് രാഷ്ട്രപതിയുടെ ADCയായി ചുമതലയേറ്റത്. സൈനിക വേഷത്തിലെത്തിയിരിക്കുന്ന ഒരു യുവ ഉദ്യോഗസ്ഥന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണിത്. സാധാരണയായി കരസേനയിൽ മേജർ, നാവികസേനയിൽ ലഫ്റ്റനന്റ് കമാൻഡർ, വ്യോമസേനയിൽ സ്ക്വാഡ്രൺ ലീഡർ എന്നീ റാങ്കുകളിലുള്ള മികച്ച സർവീസ് റെക്കോർഡുകളുള്ള യുവ ഉദ്യോഗസ്ഥരെയാണ് ഈ പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. പ്രോട്ടോകോൾ പാലനം, സുരക്ഷാപരമായ ഏകോപനം, രാഷ്ട്രപതിയുടെ ദിനചര്യങ്ങൾ, ഔദ്യോഗിക പരിപാടികൾ തുടങ്ങിയ നിർണായക ചുമതലകൾ ADCമാർക്കാണ്. രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയെ നേരിൽ കണ്ടപ്പോൾ നല്ല മിടുക്കൻ മകനാണ് സൗരഭ് എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞതായി പിതാവ് സുനിൽകുമാറും മാതാവ് ബിന്ദുവും സന്തോഷത്തോടെ പങ്കുവച്ചിരുന്നു.